ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ക്രെഡിറ്റിൻ്റെ മൊഡ്യൂൾ വൈസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 15 ആണ്. മൊഡ്യൂൾ 15 ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ. ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയറിനകത്ത് തന്നെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി അത് 2 മാർക്കാണ്. 2 മാർക്കാണെങ്കിൽ പോലും നമ്മൾ ഈ 2 മാർക്സിന് നമുക്ക് വൈഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക് എന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബോഡി, അലർജി, എയ്ഡ്സ്, ക്യാൻസർ, ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും തന്നെ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നാൽ നമുക്ക് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് ഒരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിനെ നമുക്ക് നമ്മുടെ എക്സാമിന് വേണ്ടി 2 മാർക്കിന് വേണ്ടി നമുക്കൊന്ന് ചുരുക്കി പഠിക്കണം. അപ്പോൾ ആ ചുരുക്കി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ വേണം. നമുക്ക് ആദ്യം നോക്കേണ്ടത് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റിയാണ്. ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റീനെ നമുക്ക് രണ്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ തിരിക്കാം. ഇമ്മ്യൂണിറ്റി നമ്മുടെ ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ കുറിച്ചുള്ള ടേം ഇമ്മ്യൂണിറ്റി ഡിറൈവ് ചെയ്തിരിക്കുന്ന ലാറ്റിൻ വേർഡ് എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ഇമ്മ്യൂണിറ്റാസ്. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഫ്രീഡം ഫ്രം ഡിസീസ് എന്നാണ്. ഫ്രീഡം ഫ്രം ഡിസീസ്. അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റിനെ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് 2 ടൈപ്സ് ഉണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും then acquired or adaptive immunity. ക്വസ്റ്റ്യൻ എപ്പോഴും ഇത് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. acquired or adaptive immunity. നിങ്ങൾ ഇത് ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും പേനയൊക്കെ കാണും. നോട്ട് കേട്ട് എഴുതി തന്നെ പഠിച്ചു പോകണം. ഇതിന് വേണ്ടി പിന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങളൊരു സമയം കാണേണ്ട ആവശ്യമില്ല. കൂട്ടത്തിൽ തന്നെ പഠിക്കാവുന്നേ ഉള്ളൂ. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, ACQUIRAD ആണ് അക്വയർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രസന്റ് റൈറ്റ് ഫ്രം ദ ബർത്ത്. നമുക്ക് എപ്പോഴാണ് ഇത് കിട്ടുന്നത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പ്രസന്റ് റൈറ്റ് ഫ്രം ബർത്ത്. ദെൻ ഇത് അക്വേർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആ പേരിൽ തന്നെയുണ്ട്. അക്വയർഡ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫ് ടൈം കൊണ്ട് അച്ചീവ് ചെയ്യുന്നതാണ് അക്വേർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, കോഴ്സ് ഓഫ് ലൈഫ്. ഇതിൽ തന്നെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് പഠിക്കണം. നമുക്കപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ നോക്കാം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ദിസ് ഇസ് ആക്ട് ഇൻ മിനിറ്റ്സ്. നമുക്കൊരു ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ, അതായത് ഓർഗാനിസം എൻറ്റർ ചെയ്താൽ വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഡിഫൻസ് തരുന്ന ആരാണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്. ആക്ട് ഇൻ മിനിറ്റ്സ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ മറ്റു പ്രത്യേകത എന്താണ്? ഇതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ ഓഫ് ഹോസ്റ്റ് ഡിഫൻസ്. ഒരു ഓർഗാനിസം ഉണ്ട്, നമുക്ക് ആദ്യം ഇമ്മ്യൂണിറ്റി തരുന്നത് ഏതാണ്? ഫസ്റ്റ് ലൈൻ ഡിഫൻസ് തരുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ലൈൻ ഓഫ് ഹോസ്റ്റ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻസ്. ഇത് കഴിഞ്ഞോ? നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പ്രയർ microbial exposure is not required. ഇപ്പം ഈ ഇൻഫെക്ഷൻ നേരത്തെ വന്നിരിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇതൊരു ഓർഗാനിസം നേരത്തെ തന്നെ ഇൻഫെക്ഷൻ നമുക്ക് തന്നിട്ടുള്ള ഓർഗാനിസം ആവണമെന്നില്ല. ആ ഓർഗാനിസത്തിന് നമുക്കൊരു എക്സ്പോഷർ എന്തെങ്കിലും നോൺ ആയിട്ടുള്ള പതോജൻ ആവണമെന്നില്ല. ഏത് ഫോറിൻ ബോഡി എൻറ്റർ ചെയ്ത് കഴിഞ്ഞാലും അത് നമുക്ക് എന്താണ്? ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. അതിപ്പം ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഓർഗാനിസം എൻറ്റർ ചെയ്യുന്നതെങ്കിൽ പോലും, ഫസ്റ്റ് ടൈം ആണെങ്കിൽ പോലും നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഫസ്റ്റ് ലൈൻ ഡിഫൻസ് തരും. ഇനി ഡൈവേഴ്സിറ്റി ഈസ് ലിമിറ്റഡ്. എല്ലാം ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ് വൈസിൽ ചോദിക്കാം. ഡൈവേഴ്സിറ്റി ഈസ് ലിമിറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്?
ഇതെന്ന് പറഞ്ഞ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് ആക്റ്റീവ് ഓൺലി അഗെയിൻസ്റ്റ് എ ലിമിറ്റഡ് റെപ്പറ്റിയർ ഓഫ് ആന്റിജൻസ്. ഒരു പർട്ടിക്കുലർ ആന്റിജൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമേ ഇത് ആക്ട് ചെയ്യുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആക്റ്റീവ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വൈഡ് വെറൈറ്റി ആണ്, ഒരുപാട് വേരിയൻസ് ഉണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമേ ഇത് ഡിഫൻസ് തരത്തുള്ളൂ. പിന്നെ എന്താണ് നോൺ സ്പെസിഫിക്. നോൺ സ്പെസിഫിക് നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ സെൽസ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആർ നോൺ സ്പെസിഫിക് ഇൻ ദിയർ ആക്ഷൻസ്. അപ്പൊ ഇത് ഏത് ഓർഗാനിസം എൻ്റർ ചെയ്താലും ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ അല്ല തരുന്നത്. കാരണം ഏത് ഓർഗാനത്തിനും ഇപ്പം ട്യൂബർക്ലോസിസ് എൻ്റർ ചെയ്താലും മറ്റേതെങ്കിലും പാരസൈറ്റ് എൻ്റർ ചെയ്താലും ഓരോന്നിനും വേരിയന്റ് ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് അതിനെ നോൺ സ്പെസിഫിക് എന്ന് പറയുന്നത്. അപ്പം സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ട്യൂബർക്ലോസിസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണെങ്കിൽ ട്യൂബർക്ലോസിസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് അതിനു വേണ്ടി മാത്രമുള്ളതാണെന്ന് പറയും. അപ്പം അല്ലെങ്കിൽ ഇപ്പം മലേറിയയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫ്ലുവൻസയ്ക്ക് അഗെയിൻസ്റ്റ് ഒരു വൈറസ് ആന്റിജൻ ആണെങ്കിൽ അങ്ങനെ ഒരു സ്പെസിഫിക് ഒന്നുമില്ല. എനി ഫോറിൻ ബോഡി എൻ്റർ ചെയ്താലും ആക്ഷൻ ഒരുപോലെ. അതുകൊണ്ടാണ് നോൺ സ്പെസിഫിക് എന്ന് പറയുന്നത്. നോ മെമ്മറി എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്നലെ നമുക്കൊരു പനി വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഡിഫൻസ് അതേ ഓർഗാൻസ് തന്നെ ഒരു 2 days കഴിഞ്ഞാൽ ഒരു 1 week കഴിഞ്ഞ് എൻ്റർ ചെയ്താലും മെമ്മറി ഒന്നും അവിടെ കീപ്പ് ചെയ്യുന്നില്ല. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അപ്പോഴും സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് ഓർഗാനിസത്തിന് തരുന്ന അതേപോലെ തന്നെ ഫസ്റ്റ് ലൈൻ ഡിഫൻസിനാണ് അപ്പോഴും തരുന്നത്. അല്ലെങ്കിൽ അതിന് ഇത് നേരത്തെ എൻ്റർ ചെയ്ത ഓർഗാൻസ് ആണ് അല്ലെങ്കിൽ നേരത്തെ ഫീവർ കോസ് ചെയ്താണെന്നൊന്നും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഇല്ല. അതെന്ത് ചെയ്യും? നമുക്ക് അത് വീണ്ടും ഈ ഡിഫൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമ്മൾ പറഞ്ഞു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിനെ ബ്രോഡ്ലി നമുക്ക് ഇന്നേറ്റ് എന്നും അക്വേർഡ് എന്നും പറയാം. പ്രസൻസ് റൈറ്റ് ഫ്രം ബർത്ത് തൊട്ട് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ആണ്. വിത്തിൻ മിനിറ്റ്സ് നമുക്കൊരു ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ആരാണ് തരുന്നത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. അത് ആക്ട് ഇൻ മിനിറ്റ്സ്. ഫസ്റ്റ് ലൈൻ ഓഫ് ഹോസ്റ്റ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ. പ്രയർ മൈക്രോബിയൽ എക്സ്പോഷർ ഇസ് നോട്ട് റിക്വയർഡ്. ഡൈവേഴ്സിറ്റി ഇസ് ലിമിറ്റഡ്. നോൺ സ്പെസിഫിക്. നോ മെമ്മറി. ഈ നോൺ സ്പെസിഫിക്, നോ മെമ്മറി എന്ന് പറയുന്ന വേർഡൊക്കെ നിങ്ങൾ നന്നായിട്ട് എന്താ പറയുക അണ്ടർലൈൻ ചെയ്യുക. അത് ഓർക്കുക. അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് വൈസിൽ വരാൻ പോസിബിലിറ്റി ഉള്ള സാധനങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാൻ പോണത് ഈ പറഞ്ഞ പോലെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിനെ വീണ്ടും നമുക്ക് ചെറിയ ചെറിയ ഡിവിഷനുകളായിട്ട് മാറ്റാം. എന്ന് വെച്ചാൽ സ്പീഷീസ് ഇമ്മ്യൂണിറ്റി, റേഷ്യൽ ഇമ്മ്യൂണിറ്റി, ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ വേർഡുകളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് എഴുതി കഴിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു. എഴുതുന്ന കൂട്ടത്തിൽ തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറയുമ്പോൾ സ്പീഡ് കൂടി പോവും. അപ്പം എന്താ പറയുക, അറിയാതെ വന്നു പോകുന്നതാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ചെറിയ ചെറിയ സബ് ഡിവിഷൻ അതിൽ വരുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പീഷീസ് ഇമ്മ്യൂണിറ്റി ആണ്. സ്പീഷീസ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദെൻ ചില സ്പീഷീസുകൾ ചിലതൊക്കെ മാത്രം റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. Then is the innate immunity towards a microbe. Towards a microbe. The example ആണ് നിങ്ങൾ പഠിക്കുന്നത്. Towards a microbe exhibited by all members of a given species. ഒരു പർട്ടിക്കുലർ സ്പീഷീസിന് റെസിസ്റ്റൻസ് കിട്ടുക. അതാണ് ഈ പറഞ്ഞ പോലെ സ്പീഷീസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കിട്ടും. എന്ന് വെച്ചാൽ ഫ്രോഗ്സ് എന്ന് പറയുന്നത് frogs are resistant to Bacillus anthracis. അതുപോലെ തന്നെ toads are susceptible. ടോഡ്സിന് ഇൻഫെക്ഷൻ വരാനുള്ള സസെപ്റ്റിബിലിറ്റി കൂടുതലാണ് ബാസിലസ് ആന്ത്രാസിസിന്റെ. പക്ഷെ ആർക്ക് റെസിസ്റ്റന്റ് ആയിരിക്കും? ഫ്രോഗ്സിന് വരാനുള്ള. ഫ്രോഗ്സ് റെസിസ്റ്റന്റും ആയിരിക്കും. ടോഡ്സ് ആർ സസെപ്റ്റിബിൾ. ഇപ്പൊ നിങ്ങൾക്ക് സ്പീഷീസ് ഇമ്മ്യൂണിറ്റി മനസ്സിലായില്ലേ? ബാസിലസ് ആന്ത്രാസിസ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയില്ലാത്ത റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫ്രോഗ്സിന് വരില്ല. പക്ഷെ ആരാണ് സസെപ്റ്റിബിൾ ആയിട്ടുള്ള ആൾക്കാർ? ടോഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു സബ് ഡിവിഷൻ ആണ് റേഷ്യൽ ഇമ്മ്യൂണിറ്റി. എന്താണ് റേഷ്യൽ ഇമ്മ്യൂണിറ്റിയിൽ പറയുന്നത്?
റേഷ്യൽ ഇമ്മ്യൂണിറ്റി നമ്മൾ ഇപ്പോൾ കളറിൻ്റെ കാര്യം വെച്ച് പറയാം, ഒരു പർട്ടിക്കുലർ റേഷ്യനുള്ള ആൾക്കാർക്ക് അത് ഒന്നുകിൽ കമ്മ്യൂണിറ്റിക്ക് ഇത് ആബ്സെൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെഗ്രോസ് ഓഫ് അമേരിക്ക are more susceptible to tuberculosis than whites. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്, വൈറ്റ്സിന് ട്യൂബർക്ലോസിസ് റെസിസ്റ്റൻ്റ് ആണ്, വരാൻ പോസിബിലിറ്റി കുറവാണ്. പക്ഷേ അമേരിക്കൻ നീഗ്രോസിന് ട്യൂബർക്ലോസിസ് വരാനുള്ള സസെപ്റ്റബിലിറ്റി കൂടുതലാണ്. അതാണ് റേഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, ഒന്ന് ഏജിൻ്റെ കാര്യം പറയാം. ഏജ് വൈസ് ആണെങ്കിൽ ചില പർട്ടിക്കുലർ ഏജിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഫീറ്റൽ ലൈഫിൽ റുബെല്ല വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫീറ്റൽ ലൈഫ് റുബെല്ല റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ചിൽഡ്രന് വരാൻ സാധ്യതയുള്ളത് ചിക്കൻ പോക്സ്, മീസിൽസ് ഒക്കെ. അതൊക്കെ നമുക്ക് ഏജിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റിയിലെ ന്യൂട്രീഷന് കുറവുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുന്ന ടൈപ്പ് ഓഫ്, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അണ്ടർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ ഉള്ള ആൾക്കാർക്ക് സപ്രസ് ദ ഹോസ്റ്റ് ഇമ്മ്യൂണിറ്റി. അപ്പം ഏത് ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലർ നന്നായിട്ട് ഫുഡ് കഴിക്കും, ചിലർക്ക് ന്യൂട്രീഷൻ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും, സപ്രസ് ദ ഹോസ്റ്റ് ഇമ്മ്യൂണിറ്റി. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമുള്ളൂ. ഇത് ഇവിടെയൊന്നും ക്വസ്റ്റ്യൻ ഏരിയ വലുതായിട്ടില്ല. പക്ഷേ ഇത് സബ് ഡിവിഷൻ ഓർത്തോളുക. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടേത് എന്താണ്, സ്പീഷീസ് ഇമ്മ്യൂണിറ്റി, റേഷ്യൽ ഇമ്മ്യൂണിറ്റി, ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റിയിൽ ഡിപ്പെൻസ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഏജ്, ന്യൂട്രീഷന്, ഹോർമോൺസ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് അക്വയർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. നിങ്ങൾ എഴുതി കഴിഞ്ഞാലും അക്വയർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ലൈഫ് പീരീഡ് കൊണ്ട് നമ്മൾ എന്താ പറയുക അച്ചീവ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഏത്, അക്വയർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ അതിന് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് പറഞ്ഞ പോലെ തന്നെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഉണ്ട്. അത് സ്റ്റേറ്റ്മെന്റ് വൈസിൽ ചോദിക്കാം. 2 മാർക്കേ ഉള്ളെങ്കിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ ഇതിൽ നിന്ന് കവർ ചെയ്യാനുണ്ട്. അതെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ 2 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓരോ മാർക്കും വിലപ്പെട്ടതാണല്ലോ. അപ്പം നെക്സ്റ്റ് അക്വയർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ that an individual acquires during his lifetime കൊണ്ട് തന്നെയാണ് അത് അക്വയർ ചെയ്യുന്നത്. നമുക്കിതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ കിട്ടില്ല. എപ്പോഴാണ് ഇത് വരുന്നത്, ഇമ്മ്യൂൺ റെസ്പോൺസ് വരുന്നത് എപ്പോഴാണ്, ഇമ്മ്യൂൺ റെസ്പോൺസ് occurs in days. കുറേ ദിവസങ്ങൾ എടുക്കും നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ. several days, occurs in days. then develops, ഇത് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, എപ്പോഴാണ് അക്വയർഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി നമുക്ക് വരുന്നത്, ഡെവലപ്സ് ഫോളോയിങ്. എപ്പോൾ ഡെവലപ്പ് ചെയ്യും, ഡെവലപ്സ് ഫോളോവിങ് ഓക്കെ. അപ്പം ഡെവലപ്സ് എപ്പോഴാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്, ഡെവലപ്സ് ഫോളോയിങ് ദ ആൻറ്റിജനിക് എക്സ്പോഷർ. മസ്റ്റായിട്ടും ഒരു ആൻറ്റിജനിക് എക്സ്പോഷർ ഉണ്ടായാൽ മാത്രമേ ഇത് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഡെവലപ്സ് ഫോളോവിങ് ദ ആൻറ്റിജനിക് എക്സ്പോഷർ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്,
ഇതിന് ഡൈവേഴ്സിറ്റി വേരിയഡ് ആണ്, മോർ വേരിയഡ്. നമ്മൾ നേരത്തെ ലിമിറ്റഡ് ആണെന്നാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ പറഞ്ഞത്. ഇത് മോർ വേരിയഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസ് ആണ് ഇതിന് വരുന്നത്. മോർ വേരിയഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസ്. സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസ്. നെക്സ്റ്റ്, ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി പ്രസന്റ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് മെമ്മറി ഉണ്ടായിരുന്നില്ല, പക്ഷെ അക്വൈർഡ് അഡാപ്റ്റീവിന് എന്താണ് ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി പ്രസന്റ്. ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി പ്രസന്റ് ആണ്. ഹോസ്റ്റ് സെൽ റിസപ്റ്റേഴ്സ് ആർ സ്പെസിഫിക്. ഹോസ്റ്റ് സെൽ റിസപ്റ്റേഴ്സ് ആർ സ്പെസിഫിക്. Example, T cell and B cell receptors. Okay. അപ്പോൾ നമ്മൾ അക്യൂർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ അക്വയർ ഡ്യൂറിംഗ് ഹിസ് ലൈഫ് ടൈമിലാണ് ഇത് അച്ചീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നത്. ഇതിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് വിത്തിൻ മിനിറ്റ്സിലാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, പക്ഷേ അക്യൂർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ്? ഡേയ്സിലാണ്. ഡെവലപ്സ് ഫോളോയിങ് ദി ആന്റിജനിക് എക്സ്പോഷർ. മറ്റേ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് പെർട്ടിക്കുലർ ആന്റിജനിക് എക്സ്പോഷർ അല്ലെങ്കിൽ നേരത്തെ ആന്റിജൻസ് എക്സ്പോഷർ വേണമെന്നൊന്നുമില്ല. ഇതിന് ഒരു പർട്ടിക്കുലർ ആന്റിജനിക് എക്സ്പോഷർ വരുമ്പോൾ മാത്രമാണ് 7 ഡേയ്സിനുള്ളിൽ ഇത് ഉണ്ടാവുള്ളൂ, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി കിട്ടുള്ളൂ. ഇത് മോർ വേരിയഡ് ആണ്. വേരിയഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസ് ആണ്. ഓരോ ഓർഗാൻസിനും ഓരോ സ്പെസിഫിക് ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാവുക. ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി പ്രസന്റ് ആണ്. ഇപ്പൊ ഇന്ന് ഇൻഫ്ലുവൻസ വന്നെങ്കിൽ 1 വീക്ക് കഴിഞ്ഞാലും 1 ഇയർ കഴിഞ്ഞാലും ഇൻഫ്ലുവൻസ വൈറസിനെ ആര് തിരിച്ചറിയും? നമ്മുടെ അക്യൂർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി തിരിച്ചറിയും. നെക്സ്റ്റ്, ഹോസ്റ്റ് സെൽ റിസപ്റ്റേഴ്സ് ആർ സ്പെസിഫിക്. ഇത് ഓരോ ഹോസ്റ്റിനും ഒരു പർട്ടിക്കുലർ സെൽ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ബിക്കോസ് ഇറ്റ് സ്പെസിഫിക്. പക്ഷേ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം നോട്ട് സ്പെസിഫിക് ആണ്. അപ്പോൾ ഏത് എനി ഫോറിൻ പാർട്ടിക്കിൾസ് വന്നാലും ഒരേ ഒരു ഫസ്റ്റ് ലൈൻ ഡിഫൻസ് മാത്രമേ ഉള്ളൂ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. പക്ഷേ നമ്മുടെ അക്യൂർഡ് ഓർ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ദ ഹോസ്റ്റ് സെൽ റിസപ്റ്റേഴ്സ് ആർ വെരി സ്പെസിഫിക്. എക്സാമ്പിൾ ഏതാണ്? ടി സെൽ ആൻഡ് ബി സെൽ റിസപ്റ്റേഴ്സ്. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് the cells of the innate immunity and the cells of the acquired or adaptive immunity കുറിച്ച് പഠിക്കാം. Okay, thank you.